We want their bank account and details before they go. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര. കാരണം നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? മനസ്സിലായില്ലേ? അതായത് വിശ്വസിക്കില്ല. ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുന്നത് നിങ്ങൾക്കും അറിയാം നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് അതിനെ പറഞ്ഞിട്ടില്ല. ശരി, ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? നിങ്ങൾ മൊബൈലിൽ അല്ല, പുള്ളിക്ക് ഇത് വേസ്റ്റാണ്. ഇവർ ഒരാളും സത്യം പറയത്തില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോവാലോ, കൂട്ട് കാണും. ഒരു സെക്കൻഡ്, ഇത് ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം വെച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം പോകാൻ മനസ്സിലായി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല. എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇതവർ തമാശയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇതവരുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനയിക്കാറില്ല. പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നി, എന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാരണം ഇന്നലെ രാവിലെ കൂടെ വിവിധ എല്ലാം ക്രെഡിറ്റ് ചെയ്തതേ ഉള്ളൂ. ആദ്യം സാലറി ക്രെഡിറ്റ് ആവട്ടെ. ഇവരൊന്നും ചെയ്തില്ല. ഇവരെ കണ്ടറിയാം. ഇവരറിഞ്ഞിട്ടില്ല. ഇവര് നാട്ട കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അവരുടെ അച്ഛനമ്മമാര് പോലും ഇവർ അറിഞ്ഞിട്ടില്ല. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിൽ അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും. സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ? എല്ലാം കംപ്ലൈന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചേച്ചി എന്താണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്? നമ്മൾ എത്ര ഓർഡർ നന്നായിട്ട് കൃത്യമായിട്ട് ദിയാകൃഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്ത 3 പെൺകുട്ടികളും കുറ്റം സമ്മതിക്കുന്നത് അവർ ഓഫീസിൽ, അതായത് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൽ വന്നിട്ട് കുറ്റം സമ്മതിക്കുന്ന വീഡിയോസാണ് ഇപ്പം അഹാന കൃഷ്ണനൊക്കെ ഉണ്ടെങ്കിൽ വെളിയിൽ വിട്ടേക്കുന്നത്. അവർ സംസാരിക്കുന്ന ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട്. അവർ അതിൽ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ആദ്യമേ പറഞ്ഞ് 15 ലക്ഷത്തോളം ഒക്കെയാണ് എടുത്തതെന്നുള്ളൊരു കാര്യം. അപ്പം അഹാനയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കും. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അറിയാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ഭർത്താക്കന്മാരും അതുപോലെ തന്നെ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് അത്രയും വലിയ തട്ടിപ്പ് നടത്തിയത്. ഏകദേശം ഒരു 69 ലക്ഷത്തോളം തട്ടിപ്പ് നടത്തിയെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. അതും അവരെ വിശ്വസിച്ചിട്ടാണ് ആ ഒരു കമ്പനി ഏൽപ്പിച്ചിട്ടാണ്. കാരണം ദിയ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഈ ഒരു സമയത്ത് റെസ്റ്റൊക്കെ ആവശ്യമുണ്ട്. ഈ ഒരു സമയം മുതലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മൊത്തം തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. അതും 69 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയൊന്നുമല്ല. അത്രയും തട്ടിപ്പ് നടത്തിയിട്ട് കൂസലില്ലാതെ ഇവരെ പേര് വെളിയിലൊക്കെ വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേന് ദിയക്കെതിരെ ഭയങ്കരമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കും. ദിയയും അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു പൈസ മൊത്തം എന്ത് ചെയ്താൽ മാറ്റി വെച്ചേക്കുന്നതെന്ന് പറയുന്നത്. ഇതിപ്പം വക്കീലെങ്ങാനും പറഞ്ഞതായിരിക്കും ഇത് കണക്ക് പറയാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ജാതി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആ ഒരു കാര്യം. അപ്പോൾ അങ്ങനെയും കൂടെ പ്രശ്നമാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇങ്ങനത്തുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുള്ളതെന്ന കാര്യം ഇവർക്ക് തന്നെ അറിയാമല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനത്തുള്ള കേസിന് പോയതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത്രയും ബുദ്ധി ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചത്. ഇവരെയൊക്കെ സംസാരിച്ച അവർ വീഡിയോ എടുത്തത് കാണാൻ പറ്റി. എന്നിട്ട് പോലും ഇതേ കണക്ക് വന്ന് കേസ് കൊടുക്കണമെങ്കിൽ ഇത്രയും മണ്ടരാണോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഡൗട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.